നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 19-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോടൊരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർസീസ് ഓട്ടുനുറുക്ക് വാതിലിൻ്റെ പുറമേയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിച്ച് പറയേണ്ടത്. യഹൂദ രാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവന്റെ ചെവി മുടങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്ത് ഒരനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി തങ്ങളുടെ പിതാക്കന്മാരും തങ്ങളും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്ത് കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് മഹാബലികളെ തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല, അരുളി ചെയ്തിട്ടുമില്ല, എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫേത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്ന പേര് പറയുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് യഹൂദയുടെയും യെരൂശലേമിൻ്റെയും ആലോചനയെ നിഷ്ഫലമാക്കും. അവർ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കും. അതിനരികെ കടന്നുപോകുന്ന ഏവന് സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും. യിരെമ്യാ പ്രവചനം 19-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളുണ്ട്. നാം വായിച്ചു 3-ാം വാക്യം, യഹൂദരാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്ത് ഒരു അനർത്ഥം വരുത്തും. അതുപോലെ 6-ാം വാക്യം, ഇനി തോഫേത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. 9-ാം വാക്യം, അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം തിന്നുമാറാക്കും. വളരെ ദുഃഖകരമായ കാര്യമാണ് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത്. അതാണ് പ്രവാചകൻ പ്രസ്താവിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ മക്കളെ കൊന്ന് മക്കളുടെ മാംസം തിന്നുമോ? കൂട്ടുകാരനെ കൊന്ന് കൂട്ടുകാരൻ്റെ മാംസം തിന്നുമോ? അതെന്താ, ഇസ്രായേലിന് നരഭോജികളാണ്? ഇതാണ് അവർ ചിന്തിച്ചത്. യിരെമ്യാവ് കുശവന്റെ ശാലയിൽ പോയി ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി അത് ഹിന്നോം താഴ്വരയിൽ വെച്ച് പൊട്ടിച്ചു കളയുന്ന കാര്യമാണ് 19-ാം അധ്യായത്തിൽ കാണുന്നത്. യിരെമ്യാവ് അതിന് മൂപ്പന്മാരെയും പുരോഹിതന്മാരെയും കൂടെ കൂട്ടണമായിരുന്നു. ഹിന്നോം താഴ്വരയിൽ ചെന്നപ്പോൾ യിരെമ്യാവിന് അരുളപ്പാടുണ്ടായി, കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങത്തക്ക അനർത്ഥം ദൈവം ആ സ്ഥലത്ത് വരുത്തുമെന്നായിരുന്നു അത്. കാരണം ആ താഴ്വരയിലാണ് ഇസ്രായേൽ മോലോക്കിൻ്റെയും ബാലിൻ്റെയും വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കുകയും തങ്ങളുടെ മക്കളെ അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. അതായത് മോലോക്കിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് പിച്ചള കൊണ്ടുള്ള അകം പൊള്ളയായ ഒരു മനുഷ്യരൂപമാണ്. അതിൻ്റെ കൈ രണ്ടും ഇങ്ങനെ നീട്ടപ്പെട്ടിരിക്കും.
ഈ അകംപൊള്ളയായ ഈ വിഗ്രഹത്തിൻ്റെ അടിയിൽ തീ കൊടുക്കും. വലിയ ചൂളയുണ്ടാക്കി തീ കൊടുത്തു കഴിയുമ്പോൾ അത് ചുട്ടുപഴുക്കും. കണ്ട വളരെ മനോഹരമായിരിക്കും. ഇന്നും അങ്ങനെയാണല്ലോ. നമ്മളുടെ പെരുന്നാളുകൾ ഒക്കെ വരുമ്പോൾ ഇലൂമിനേഷൻ, ഈ ഇലൂമിനേഷൻ കണ്ടുള്ള സന്തോഷം, അതിലേക്ക് ആളുകളെ, വിശ്വാസികളെ തളച്ചിടുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്ത ഈ ഇലൂമിനേഷൻകാരൻ അയാൾ ക്ഷേത്രങ്ങളിലും മോസ്കുകളിലും ഒക്കെ ഇത് ചെയ്യുന്ന ആളാണ്. സർക്കസിലും അല്ലെങ്കിൽ വലിയ കളിസ്ഥലങ്ങളിലും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ആരാധന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ കഴിവ് കൊണ്ട് അതിൻ്റെ ബൾബുകൾ മിന്നിക്കുന്നു, പല കളറുകൾ. ഇതാണോ നമ്മൾ കാണേണ്ടത്? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? അപ്പോൾ ഈ മോനോക്കിൻ്റെ പ്രതിമ ചുട്ടുപഴുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവര് ദൈവം പ്രസാദിച്ചു എന്ന് തോന്നുകയാണ്. കൊണ്ടോ എന്തൊരു ശോഭയാണ്. അതേപോലെ അടിയിൽ അവർ തന്നെ തീയിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് തങ്ങളുടെ പൊന്നോന കുഞ്ഞുങ്ങളെ ആ ചുട്ടുപഴുത്ത കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ദൈവം പ്രസാദിക്കാൻ. ബൈബിളിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ ഞാൻ കഴിക്കാം. പക്ഷെ വാളോങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, വല്ലമേ കൈവെക്കരുത്. ദൈവം നരബലിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പാപമോചനത്തിനും അനുഗ്രഹത്തിനും മറ്റൊരാളെ ബലി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇസ്രായേല് അതാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ സ്ഥലത്തിന് ഇനി കൊലത്താഴ്വര എന്ന് പേര് പറയാനിടയാകും. ഇവിടെ യുദ്ധം ഉണ്ടാകാനിടയാകും. നിങ്ങളുടെ യുവാക്കളായ മക്കൾ ഇവിടെ വെച്ച് വാളിനിരയാകും. പക്ഷെ അവരെ അടക്കാൻ ആരും ഉണ്ടാകുകയില്ല. ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും അവരെ തിന്നാനും അവർ മണ്ണിന് വളമായി തീരാനും ഇടയാകും. അതിനടയാളമായിട്ട് യെരമ്യാവ് പറഞ്ഞത് വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും എന്നാണ്. ആ ഭക്ഷ്യക്ഷാമ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ, ആൺമക്കളുടെയും പെൺമക്കളുടെയും മാംസം, ശവം നിങ്ങൾ തിന്നാനിടയാകും. വേറെ കഴിക്കാനൊന്നുമില്ല. കാരണം ശത്രുക്കൾ പട്ടണം വളഞ്ഞിരിക്കുകയാണ്. അകത്തെ ആഹാരമെല്ലാം തീർന്നു. അപ്പോൾ ഒരുപക്ഷെ മരിച്ചു വീഴുന്ന മക്കളുടെ ശവമായിരിക്കാം, അല്ലെങ്കിൽ കൊന്നായിരിക്കാം. ഈ ഇസ്രായേൽ അത് ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ജീവൻ നിലനിർത്താൻ വേണ്ടി അവര് ആ കടുങ്കൈക്ക് തയ്യാറായി. അതിനുശേഷമായിരുന്നു യുദ്ധം. ആ പട്ടണത്തെ തകർത്ത് കളഞ്ഞു, ചുട്ടുകളഞ്ഞു, ദേവാലയം ഉൾപ്പെടെ. അതുകൊണ്ട് അതുവഴി പോകുന്ന ആളുകൾ സ്തംഭിച്ച്, അയ്യോ ദൈവം ഇവരോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ദൈവത്തെ ഉപേക്ഷിച്ചതുകൊണ്ടാണെന്ന് ആളുകൾ മറുപടി പറയും എന്നാണ്. ആ മൺകുടം എറിഞ്ഞു പൊട്ടിച്ച ശേഷം ദേവാലയ പ്രാകാരത്തിലെത്തി ഈ യുദ്ധവും തോൽവിയും മരണവും നാശവും ആസന്നമായിരിക്കുന്നെന്ന് വിളിച്ചു പറയണമായിരുന്നു. യെരമ്യാവ് അത് ചെയ്തു. സകല രാജാക്കന്മാരും രാജകുമാരന്മാരും കൊല്ലപ്പെടും, സകല കൊട്ടാരങ്ങളും പട്ടണങ്ങളും ഉന്മൂലനാശം ചെയ്യപ്പെടും എന്ന് യെരമ്യാവ് പ്രവചിച്ചു പറഞ്ഞു. പക്ഷേ അതൊക്കെ കള്ളപ്രവചനമാണ് എന്നായിരുന്നു കള്ളപ്രവാചകന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ യെരമ്യാവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങൾ ക്ഷാമവും ഭൂകമ്പവും പ്രകൃതിക്ഷോഭങ്ങളും കടലിളക്കങ്ങളും അതുപോലെ ഭൂകമ്പങ്ങളും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. യേശു വരാറായി എന്ന് മനസ്സിലാക്കി അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങി കാത്തു നിൽക്കുവാൻ, ഇരിക്കുകയല്ല നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും ആളുകളെ ഒരുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.